എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. അതിനകത്തേക്ക് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരിയാണ്. നെയ്ച്ചോറിന് ടേസ്റ്റ് കൂടുതൽ ഈ അരി എടുക്കുന്നതാണ്. പിന്നെ വെള്ളം 3 ഗ്ലാസ്, അരി എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നെയ്യ് ആവശ്യത്തിന്, പിന്നെ സവാള ഒരു വലിയ സവാളയുടെ പകുതി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറുത്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകം, തക്കോലം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ളത്. അതിലേക്ക് സവാള വറുത്തതും അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത്, പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില, കറിവേപ്പില, ഒരു അരമുറി, 4 ഗ്ലാസ് വെള്ളം, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുകപ്പട്ട, പെരുംജീരകം, തക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുമ്പോൾ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അതിനകത്തേക്ക് അരമുറി സവാള അരിഞ്ഞതിട്ട് കൊടുക്കും. സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് വാടി വന്നാൽ മതി. സവാള വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്തു. ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവാള അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച് 3 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഇനി ആകെ 15 മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ട്. അതിൽ 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും ബാക്കി 12 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 12 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. മൂടി ഇപ്പോൾ തുറക്കണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴാണ് ഇത് ശരിക്ക് വേവ് ശരിയായിട്ട് കിട്ടുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്നിട്ട് അതിനകത്തേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇങ്ങനെ 1.5 ഗ്ലാസ് അരിക്ക് ഉണ്ടാക്കുമ്പോൾ അത് 3 പേർക്ക് കഴിക്കാനുണ്ടായിരിക്കും. അങ്ങനെ നാടൻ നെയ്ച്ചോറും കോഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അരമണിക്കൂറും കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.